+1 ഏകജാലക പ്രവേശനം ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള സമയം ഒക്ടോബർ 19, 2020 മുതൽ ഒക്ടോബർ 24, 2020 വരെയാണ്. അലോട്ട്മെൻറ്റ് വിവരങ്ങൾ വെബ്സൈറ്റ് അഡ്രസ്സായ www.hscap.kerala.gov.in കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ആഷിദ് പുഴക്കൽ. വിദ്യാഭ്യാസപരമായ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വലതുവശത്തുള്ള ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദിഷ്ട സമയത്ത് തന്നെ രക്ഷിതാവിനോടൊപ്പം സ്കൂളിൽ അസൽ രേഖകൾ സഹിതം ഹാജരാക്കേണ്ടതാണ്. ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള വേക്കൻസികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഒക്ടോബർ 27 പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതുവരെ ഏകജാലക സംവിധാനത്തിലൂടെ സ്പോർട്സ് കോട്ടയിലോ മെറിറ്റ് കോട്ടയിലോ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഒന്നാം ഓപ്ഷൻ പ്രകാരമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിലും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഒക്ടോബർ 27 പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷം ഒഴിവുള്ള പക്ഷം ഇതുവരെ അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടാകുന്നതാണ്.